സിനിമാ ജീവിതത്തിന്റെ 50-ാം വർഷം ആഘോഷിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ. 50 വർഷത്തെ സിനിമാ ജീവിതം കരുതുന്ന പോലെ അത്ര സുഖമുള്ള ഓർമ്മകൾ മാത്രമല്ല എന്നും നിറകേടിന്റെ കൂടിയായിരുന്നുവെന്നും ബാലചന്ദ്ര മേനോൻ 24-നോട് പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാള സിനിമയ്ക്ക് ഒരേ ഒരു ഓൾറൗണ്ടറേ ഉള്ളൂ. ആ ഓൾറൗണ്ടർ എന്ന പേര് അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ട് ശ്രീ ബാലചന്ദ്ര മേനോൻ അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനം 50 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഈ 50 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. ആ ഒരു കാലയളവ് യാത്ര അത് നമുക്ക് ചുരുക്കി പറയാനും കഴിയില്ല. എങ്കിലും പൂർണ്ണ തൃപ്തനാണല്ലോ അല്ലേ ഇപ്പോഴും? ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു വാചകം ഒന്നാവർത്തിക്കേണ്ടി വരും. അതായത് സിനിമയിൽ സംവിധായകനാകുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ്. വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എനിക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ദൈവത്തിനോട് ആഗ്രഹിച്ചതും അപേക്ഷിച്ചതും ഒരു പൂ തരണമെന്നാണ്. പക്ഷേ അദ്ദേഹം എനിക്കൊരു പൂന്തോട്ടമാണ് തന്നത്. അതിന് സംതൃപ്തനാണ്. 50 വർഷം അതായത് നമ്മൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് ഒരു സിനിമ പത്രപ്രവർത്തകനായിട്ടാണ് അല്ലേ? അതിനുശേഷം ആദ്യ സിനിമ 78-ൽ അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടം പത്രപ്രവർത്തന കാലഘട്ടം അതിനുശേഷം സിനിമയിലേക്ക് എത്തുമ്പോൾ ആ പത്രപ്രവർത്തനം തുടങ്ങുമ്പോഴും മനസ്സിൽ ഈ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നു. കാരണം സിനിമയിലൊരു സംവിധായകനാകണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നെങ്കിൽ ഞാൻ പത്രപ്രവർത്തനമാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതെൻ്റെ ഒരു മാധ്യമമായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ്. അതിനെന്നെ ഉപദേശിച്ച എൻ്റെ അധ്യാപകനായിരുന്ന ONV സാറാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹമാണ് എന്നോട് അഡ്വൈസ് ചെയ്തത്. ദ ബെസ്റ്റ് വേ ഫോർ ബാലേന്ദ്ര മേനോൻ ഈസ് ടു ബിക്കം എ ജേർണലിസ്റ്റ്. യു ക്യാൻ സീ പീപ്പിൾ അറ്റ് ക്ലോസ് ക്വാർട്ടേഴ്സ്. അതെനിക്കൊരു നല്ല ഗുണപാഠമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജേർണലിസം പഠിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായ ശേഷം നേരെ ഞാൻ സിനിമാ പ്രസിദ്ധീകരണത്തിൻ്റെ വേണ്ടി പോവുകയായിരുന്നു. നമ്മൾ ഈ 50 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഈ ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യേണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയ ഏതെങ്കിലും സംഭവങ്ങൾ സിനിമയിലുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. എന്തിനാണ് കള്ളം പറഞ്ഞ ആവശ്യം? ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ഒരുപാട് നെറുകേടുകൾ കണ്ടിട്ടുണ്ട്, നന്ദിയില്ലായ്മകൾ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഉദ്ദേശമായ റോസി പാത്തൊന്നുമല്ല ഇത്. ഇവിടെ എന്താ പറയണ്ടേ, നമ്മൾ കാണുന്ന പോലെ പച്ചപ്പില്ല. നമുക്ക് തോന്നുകയാണ് പച്ചപ്പുണ്ടെന്ന്. പിന്നെ ഈ ചിരിക്കുന്ന ആൾക്കാർ എല്ലാവരും സുഹൃത്തുക്കളല്ല. അങ്ങനെയുള്ള കുറേ പാഠങ്ങളൊക്കെ പഠിക്കുന്ന നമ്മൾ. പിന്നെ ഇതിനകത്തോട്ടുള്ള ഒറ്റ മാർഗം, യു ലീവ് ആസ് പെർ യുവർ കോൺഷ്യൻസ്. നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നോക്കുക. അതിൽ മായം ചേർക്കാതിരിക്കും. പുതിയ സിനിമകൾ പുതിയ ഡയറക്ടർമാർ അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പുതിയ കാലഘട്ടത്തിലെ ഡയറക്ടർമാരെ? പിന്നെ ഞാൻ അപ്ഡേറ്റഡ് ആണ് കാര്യത്തിൽ. ഇറങ്ങുന്ന സിനിമകളെ പറ്റി എനിക്ക് തിയേറ്ററുകാരുമായിട്ട് സൗഹൃദമുണ്ട്, പത്രക്കാരായിട്ട് സൗഹൃദമുണ്ട്. ഒരു ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ വിളിച്ചു ചോദിച്ച് അതിൻ്റെ റിപ്പോർട്ട് മനസ്സിലാക്കും. അതാണ് ഞാൻ അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞത്. റീമാസ്റ്റർ ചെയ്ത് പഴയ സിനിമകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതും വലിയ രീതിയിൽ ചെറുപ്പക്കാർ അവരുടെ ജനിക്കുന്നതിന് മുൻപുള്ള സിനിമകളെ കാണുന്നുണ്ട്. ഏതെങ്കിലും സ്വന്തം സിനിമ റീമാസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ? ഇല്ലയെന്ന് പറയാനൊക്കില്ല. പക്ഷേ ഞാൻ തുറന്നു പറയാം, ഞാൻ ഈ നല്ല സിനിമകൾ സംഭവിക്കുന്നതാണ്, ഉണ്ടാക്കുന്നതല്ലത്. അത് പലതുകൊണ്ടും സംഭവിച്ചു പോരുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഒരു വിജയത്തെ പിന്നെ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് എത്ര ബുദ്ധിപരമാണെന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് 50 വർഷമാവുന്നു. സ്വാഭാവികമായി ആ ഒരു ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് ചുറ്റുമുണ്ട്. അപ്പോൾ അവരോടെല്ലാം പറയുന്നത് എത്ര കാലം ഇനി കാത്തിരിക്കേണ്ടി വരും ആ ഒരു വർക്കിൻ്റെ രീതിയിൽ? അല്ല, ഐ ആം വെരി മച്ച് അറ്റ്. അത് താങ്കൾ പറഞ്ഞ പോലെ വളരെ കോഷ്യസ് ആയിട്ട് പോകേണ്ട ഒരു സമയമാണിത്. അറ്റ് ദ സെയിം ടൈം ഞാൻ എവിടെ പോയാലും എന്നാ ചേട്ടാ അടുത്ത സിനിമ എന്ന് ചോദിക്കുന്നൊരു സമൂഹം എനിക്ക് ചുറ്റുമുണ്ട്. അത് ഞാൻ ബഹുമാനപൂർവ്വം അതിൻ്റെ ആ ക്ഷണത്തെ സ്വീകരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സിനിമ ഉണ്ടാകുന്നതല്ല, സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കും. എന്തായാലും 50 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. നമുക്ക് ആശംസകൾ. ഒപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ, ആ ഒരു സ്വന്തം നിലയിലുള്ള ഒരു പ്രോഡക്റ്റ് ഉടൻ പുറത്തു വരുമെന്ന് നമുക്കും ആഗ്രഹിക്കാം. ഷൈജുവിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.